ഉന്മേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അത്തിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദൈവസന്നിധിയിൽ നമുക്കൊരല്പസമയം ഒരു കുഞ്ഞ് ആരാധന ശുശ്രൂഷയിൽ ഒന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ ആരാധന സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ അഭിഷേകത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ പീഡിപ്പിക്കുന്ന, ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന തിന്മയുടെ നാരകീയ ശക്തികളെ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് കെട്ടഴിക്കണമേ. ആഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി പാടിക്കുക. നിത്യനുമായ കുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും പഠിക്കുകയും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും സർവശക്തനും നിത്യനുമായ നിത്യനുമായ ദൈവകുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ നിത്യനുമായ ദൈവകുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമാദിവികാരുണ്ണീശോയ്ക്ക്, പരിശുദ്ധ പരമാദിവികാരുണ്ണീശോയ്ക്ക് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ ഇതാ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ആത്മീയ യുദ്ധത്തിലാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോളൂ. ഈ പരിശുദ്ധ അൽത്താരയാണ് നമ്മുടെ ആശ്രയം. കർത്താവെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ ഈ യുദ്ധക്കളത്തിൽ പലപ്പോഴും ശത്രു ആരാണെന്നറിയാതെ പലപ്പോഴും വിഷമിക്കുന്നുണ്ട്. കർത്താവെ, ഈ തിന്മയെ കൃത്യമായി കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അവയെ പുറത്താക്കാനുള്ള കൃപ ഞങ്ങൾക്ക് വേണം. അതിനുള്ള പരിശുദ്ധാത്മാവിന്, വിവേകത്തിൻ്റെ ആത്മാവിന് ഞങ്ങൾക്ക് വേണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ഓ ദൈവത്തിൻ്റെ ആത്മാവെ, അത്ഭുതകരമായ ഒരു ശക്തി എന്നിലേക്ക് വെളിപ്പെടുത്തണമേ. അത്ഭുതകരമായൊരു ശക്തി, പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദൈവിക ശക്തിയെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു തിന്മയുടെ വാസന നമ്മുടെ ഉള്ളിലുണ്ടോ, തിന്മയോട് നമ്മൾ കൂട്ടുകൂടുന്നുണ്ടോ, ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് പൈശാചിക ബാധ ചില വ്യക്തികൾ ആവസിക്കുമെന്ന് നമ്മൾ പഠിച്ചു. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിലെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചത് ഈ നിമിഷത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവെ, ഞങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ ദേശത്ത്, ഈ കൂട്ടായ്മയിലും ആരെങ്കിലും അപ്രകാരം പൈശാചിക പീഡകളുടെ ബന്ധനങ്ങളിലുണ്ടെങ്കിൽ, ഓ കർത്താവെ, ആ മേഖലയിൽ ഒരു വിടുതൽ നൽകണമേ. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് അവരുടെ മുഖം മനസ്സിൽ കണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ പൈശാചികമായ ചില ശല്യപ്പെടുത്തലുകൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഒരു ദേശത്തിന് ചുറ്റും ഉണ്ടാവാം. പലതരത്തിലുള്ള ശല്യപ്പെടുത്തൽ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ജോബിനെയും ജോബിൻ്റെ കുടുംബത്തെയും ശല്യപ്പെടുത്തിയ അതേ ദുഷ്ടാത്മാവ് നിന്റെ കുടുംബത്തിൽ ഒരുപക്ഷെ അടിക്കടി ചില പീഡകൾ, ചില രോഗങ്ങൾ, മരണങ്ങൾ, ചില തടസ്സങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, നഷ്ടങ്ങൾ വരുത്താം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ മേഖലകളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
ദൈവത്തിൻ്റെ ആത്മാവെ, എൻ്റെ കുടുംബത്തിലുണ്ടായ എല്ലാ നഷ്ടങ്ങളും, എല്ലാ ഭാരങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ മരണങ്ങളും, എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വചനം പഠിപ്പിക്കുന്നു, ചില രോഗബാധകൾ നമുക്കുണ്ടാവാം. പൈശാചിക പീഡയുടെ ഭാഗമായി അപസ്മാര രോഗിയായിരുന്ന ബാലനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ ഒരു ദുഷ്ടാത്മാവ് അവനെ രോഗിയാക്കി, കൂനിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാതെ 18 വർഷത്തോളം കൂനിയായപ്പോൾ സ്ത്രീയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. ഒരു ദുഷ്ടാത്മാവ് അവളെ കൂനിയാക്കി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഏതെങ്കിലും രോഗപീഠകൾ നമുക്കോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ദേശത്തോ നമുക്കറിയാമെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, ഇപ്പോൾ അപ്രകാരം പൈശാചിക രോഗപീഠകൾ എല്ലാം സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുരക്തത്തിന്റെ വലിയൊരു ഇടപെടൽ സംഭവിക്കണം. ഓ കർത്താവെ, വലിയൊരു ശക്തി ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രലോഭനത്തിന്റെ മേഖലകളെ ഓർക്കുക. ചില പ്രലോഭനങ്ങൾ വിട്ടുമാറുന്നില്ല. എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറുന്നില്ല. നമ്മുടെ ഉള്ളിൽ അതൊരു പൈശാചികമായ കെട്ടായിട്ട് കിടക്കുന്നു. ചില വ്യക്തികളോടുള്ള ബന്ധമാവാം, ചിലപ്പോൾ മദ്യത്തിന്റെ ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തമാകാം, മൊബൈൽ ഫോണിന്റെ അടിമത്തമാകാം, ക്ഷമിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാവാം, നിന്റെ ഉള്ളിലെ ചില മടി അലസതയാവാം, പൈശാചികമായ ചിന്തകളാവാം. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ, 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 ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ ശരീരത്തെ തിരുരക്തത്താൽ കഴുകണമേ. ഓ കർത്താവേ, ഞങ്ങൾ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തത്തിന്റെ അഭിഷേകം സംഭവിക്കട്ടെ. കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ രക്തം കൊടുത്ത് വിലയായി വാങ്ങിയ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം 1 കൊരിന്തോസ് 6-ാം അധ്യായം 19-20 തിരുവചനം പറയുന്നു, നിന്റെ ശരീരം നിന്റെ സ്വന്തമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഈ ആലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്റെ ഈ ശരീരം ഒരിക്കലും തിന്മയ്ക്കുള്ള അടിമത്തത്തിൻ്റെതല്ല, മറിച്ച് യേശുവിന്റെ ശക്തിയാണ്. തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങിയപ്പെട്ടവനാണ്. രക്തത്തിന്റെ ശക്തി. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ വിളിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് തിരുരക്ത കടലിൽ മുക്കണമേ. ശക്തി, പവർ, അഭിഷേകം സംഭവിക്കട്ടെ. കൈയടിച്ചേ. യെസ്, നന്നായിട്ട് കൈയടിച്ചേ. കണ്ണുകളടച്ച് കൈയടിച്ചേ. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കടലിൽ മുക്കണമേ, ആമേൻ. കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. പഠിക്കേ. മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. തിരുരക്ത ഒരിക്കൽ കൂടെ ചേർന്ന് പഠിക്കേ. തിരുരക്ത കടലിൽ മുക്കണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. തിരുരക്ത അഭിഷേകം. കൈകൾ ഉയർത്തി കൈകളടിച്ച് ഈശോയേ, ഈശോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, ഈശോ. കരുണയിൽ ആശ്രയിക്കുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച ഒരൊറ്റ വിളി, എന്റെ ഈശോ. അഭിഷേകം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും പ്രാവെടുത്ത് മാറ്റട്ടെ. ഓ കർത്താവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. മൈറ്റി പവർ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ഇപ്പോൾ കൈയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണുകളടച്ച് നീ മനസ്സിൽ കാണണം,
നിന്റെ വീട്ടിലേക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം. നിന്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം. കുടുംബങ്ങളില് മദ്യപാനത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വലിയ ഒരു തിരുരക്തത്തിന്റെ അഭിഷേകം. ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങളിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം. കുടുംബങ്ങളില് ഏതെങ്കിലും പൈശാചിക പീഡകളുണ്ടെങ്കിൽ അവയുടെ മേൽ തിരുരക്തത്തിന്റെ അഭിഷേകം. നമ്മുടെ വീട്ടിലെ ഓരോ മുറിയിലേക്കും തിരുരക്തത്തിന്റെ അഭിഷേകം. മാതാപിതാക്കളിലേക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം. മക്കളിലേക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം. സഹോദരങ്ങളിലേക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ തിരുരക്തത്തിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. യേശുവിന്റെ ശക്തി വീട്ടിലേക്ക് വെളിപ്പെടുന്നു. കൈയടിച്ച് ശക്തിയോടെ ആമേൻ, ആമേൻ. കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. തിരുരക്ത കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. കൈകൾ ഉയർത്തി. തിരുരക്ത കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം. കൈകൾ ഉയർത്തി, കൈകളടിച്ച്. ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, ഈശോ വിളിച്ചേ. ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, ഈശോ ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. ഓ കർത്താവേ, കാലാകാലങ്ങളായി പീഡിപ്പിക്കുന്ന തിന്മയുടെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഞങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ബന്ധങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മകളുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തെ പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. സൗദാശിക ജീവിതത്തിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ ഇടവക കൂട്ടായ്മയിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ കൃഷിയിടത്തിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ അയൽപക്ക ബന്ധങ്ങളെ നശിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ വ്യക്തിപരമായി ആത്മീയമായി ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകളുണ്ടെങ്കിൽ കർത്താവേ ഈ നിമിഷം അഴിയട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായ ശക്തി, അത്ഭുതകരമായ ശക്തി ഓരോ വ്യക്തികളിലേക്കും ചൊരിയട്ടെ. ഓരോ വ്യക്തികളിലേക്കും ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കൂ, വിശ്വസിക്കൂ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. നിന്റെ മേൽ കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടുന്നു. യേശുവിന്റെ തിരുരക്ത കോട്ടയ്ക്കകത്ത് നിന്നെ സംരക്ഷിക്കുന്നു. ഒരു തിന്മയും നിന്നെ തൊടാതെ. ഇതാ നിന്റെ കോട്ട, അത് രക്തക്കോട്ടയാണ്, തിരുരക്തത്തിന്റെ അഭിഷേകമാണ്. വിശ്വസിച്ചോണം. യെസ്, എൻ്റെ വീട്, എൻ്റെ വീട്, എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഈ സംരക്ഷിക്കുന്നു. നമുക്കെല്ലാവരും മുട്ടുകുത്താം. മുട്ടുകുത്തിക്കേ. സമാപന ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പ് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നീ വിശ്വസിക്കണം. ഇന്ന് ഞാൻ കേട്ട ഓരോ വചനവും, ഞാൻ പാടിയ പാട്ടുകളും, ഞാൻ ഉയർത്തിയ സ്തുതിഗീതങ്ങളും, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ അങ്ങ് പണിതുയർത്തിയ സംരക്ഷണ കോട്ടയാണ്. ദൈവത്തിന് നന്ദി. രക്തത്താൽ അങ്ങ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയവൻ. ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും കുറവുകളും യേശുവേ കുരിശിലങ്ങ് ഞങ്ങൾക്ക് വിലയായി സമ്മാനിച്ചു. കർത്താവേ, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങൾ വിടുതൽ നൽകി അനുഗ്രഹിച്ചു. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ.
പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും. അതൊന്നോർത്തെ. ചില കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവിടെ. പ്രാർത്ഥിച്ചോ. കർത്താവ് ആ വിഷയത്തിലൊക്കെ ഇടപെടുകയാണ്. അനേക തടസ്സങ്ങൾ കർത്താവ് മാറ്റി വിശുദ്ധീകരിക്കുകയാണ്. വിശ്വസിക്കണം. യെസ്, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.